ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. കുറേ കാലമായി നമ്മുടെ ചാനലിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടുമല്ല, കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ ട്രേഡിങ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഫണ്ട് ഇതിലിടുകയും അതൊക്കെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, നമ്മൾ ഇട്ട ഫണ്ടൊക്കെ അതുപോലെ തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ വാസറക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ തുടക്കകാലം ആയതുകൊണ്ട് തന്നെ അവരുടെ വക നമുക്ക് ഒരു വലിയ എയർ ഡ്രോപ്പ് കിട്ടും ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് കൊള്ളാലോ, ഇവൻ്റെയൊക്കെ ഒരു ഭാഗ്യം എന്നല്ലേ. എന്നാൽ ഭാഗ്യം അല്ല, സംഭവം ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഇത്രയും വലിയ എയർ ഡ്രോപ്പും കാര്യങ്ങളും കിട്ടി. ഞാൻ അതിൽ നിന്നും കുറച്ച് എമൗണ്ട് വിഡ്രോവൽ എടുത്ത് ബാങ്കിലോട്ട് മാറ്റി. ബിനാൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം, അതായത് ചെറുതായിട്ടൊക്കെ ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചതിന് ശേഷം ബിനാൻസിലൂടെ അത് മറ്റുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലൂടെയും പല തരത്തിൽ കുറേ കളികൾ കളിച്ചിട്ടുണ്ട്. ഇവയൊക്കെ കൊണ്ടുപോയിട്ട് പല കോയിൻസിലും സ്റ്റേക്ക് ചെയ്തിടുകയും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. സ്റ്റെപ്പന് പോലുള്ള വാക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ അതിൽ കുറേ എമൗണ്ട് കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ അതിലും കുറേ എമൗണ്ട് നഷ്ടപ്പെട്ടു. സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് എടുത്ത് വെച്ചിരുന്നു. ആ എമൗണ്ട് അങ്ങോട്ട് വലുതായി. കുറേ കാലം, അതായത് ഒരു ഏകദേശം 2 കൊല്ലത്തിനൊക്കെ ശേഷം അതൊരു നമ്മളിട്ട എമൗണ്ടിനേക്കാളും ഇരട്ടി എമൗണ്ടായിട്ട് തിരിച്ച് കിട്ടിയിരുന്നു. അതിനിടയിൽ കണക്കുകളില്ല, കുറച്ച് എമൗണ്ടൊക്കെ നമ്മൾ എടുത്തിട്ട് ട്രേഡിങ്ങിലിട്ട് ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കളഞ്ഞിട്ടുണ്ട്. അതായത് ആ വർഷങ്ങളിലൊക്കെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതിൽ കൊണ്ടുപോയിട്ട് ഫണ്ട് ഇട്ടിട്ട് $500-600 ഒറ്റ അടിക്ക് ട്രേഡ് ചെയ്തിട്ട് കളഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട്. അതും ഒരൊറ്റ ട്രേഡാണെന്നുള്ളത് ആലോചിക്കണം കേട്ടോ. പിന്നെ കുറേ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പോട്ട് ട്രേഡിങ്ങിലൊക്കെ ഒരുപാട് സമയം കളഞ്ഞ് ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ എമൗണ്ടിൻ്റെ പാതിയും കളഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു അഹങ്കാരമായിരുന്നു. കാരണം ഇത്രയും ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു, ലോസ് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറ്. പിന്നീടാണെങ്കിൽ അങ്ങനെ നമ്മൾ പോസിറ്റീവ് മൈൻഡിലൂടെ പോയി അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ് ആകെ പണം മാറ്റിമറിക്കും എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ സ്റ്റേക്കിംഗ് എമൗണ്ട് വളർന്ന സമയത്ത് നമ്മുടെ സ്പോട്ടിലും ഫ്യൂച്ചേഴ്സിലൊക്കെ ഇട്ട് കളഞ്ഞ എമൗണ്ടിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും ബോധർ ചെയ്തിരുന്നില്ല. കാരണം ഇനിയും സ്റ്റേക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ലോസിലോട്ട് ഞാൻ നോക്കാതെ പോയി. അങ്ങനെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിൻ്റെ പാതിയും നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാതി എമൗണ്ട് അവിടെ നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പല കോയിൻസിലും. അതും ഇനി 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വളരും എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ നിന്ന് പാതി എടുത്ത എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ വീണ്ടും ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ബിനാൻസിലൊക്കെ ഇട്ടിട്ട് നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള പോസിറ്റീവ് മൈൻഡ് വെച്ചിട്ട് ആദ്യം സ്പോട്ടിൽ ട്രേഡ് ചെയ്തു. പ്രോഫിറ്റ് വളരെ കുറവായിട്ട് വരുമ്പോൾ സ്വാഭാവികം നമുക്ക് ഫ്യൂച്ചേഴ്സിലോട്ട് കയറി ട്രേഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ ഫ്യൂച്ചേഴ്സിൽ കുറച്ചൊക്കെ ട്രേഡിങ് അറിയുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിലിട്ടിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ട്രേഡിംഗ് ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ട്രേഡിങ് പോയിരുന്നത്. അല്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് ട്രേഡിങ്ങിന് പോയ ആളൊന്നും അല്ല. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സിഗ്നൽസും ബാക്കിയുള്ളതും കിട്ടും. ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് സിഗ്നൽസും കാര്യങ്ങളും കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന സമയത്തും പല സമയങ്ങളിലും നമ്മുടെ മൈൻഡ് നമ്മൾ വിചാരിച്ച പോലെ പോവില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സെല്ല് ചെയ്യാം എന്ന് തോന്നുന്ന സമയത്ത് ആ ഗ്രാഫ് വല്ലാണ്ട് മുകളിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ലോസ് വരുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് അവിടുന്ന് മാറ്റിയിട്ട് താഴത്തേക്ക് വെക്കും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് നമ്മൾ ആ സമയത്ത് പല തരത്തിലും കൺട്രോൾ ചെയ്യും. പണ്ട് നമ്മൾ ഒരൊറ്റ ട്രേഡിങ്ങിൽ തന്നെ $500-600 കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് സമയം എടുത്തിട്ട്, അതായത് ഏകദേശം ഒരു 6-7 മാസം എടുത്തിട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ആ പാതി എമൗണ്ട് അത് മുഴുവനായിട്ടും ഏകദേശം നമ്മുടെ ട്രേഡിങ്ങിൽ ലോസായി പോയി. അത് ഒരൊറ്റ ട്രേഡിലല്ല കേട്ടോ, ഒരുപാട് ട്രേഡുകളിലായിട്ടാണ് ലോസായി പോയത്. എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന കാര്യം ഒരേ ഒരു കാര്യമുള്ളൂ, ഇതോടുകൂടെ ട്രേഡിങ് ചിലപ്പോൾ നിന്ന് പോയേക്കാം, എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് അതിൽ കിടക്കുന്നുണ്ട്. 2-3 കൊല്ലം അതിൽ സ്റ്റേക്ക് ചെയ്തിട്ടിട്ട് അതെന്തായാലും വളരും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇനി 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ ആ ഫണ്ട് എടുത്ത് നമ്മൾ അക്കൗണ്ടിലോട്ടോ മാറ്റിയെടുക്കാം എന്നുള്ള ചിന്താഗതിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരുപാട് ലോസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ ഒരുപാട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ സങ്കടം വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇനി കുറച്ച് ഫണ്ടുള്ളെങ്കിൽ ആ ഫണ്ട് കൊണ്ട് നമുക്ക് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കണം, ഈ പൈസ പോയതൊക്കെ തിരിച്ചു പിടിക്കണം, അങ്ങനെയുള്ള മനസ്സായിരുന്നു എൻ്റെതും. നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പാർട്ട് ടൈം സമയം കിട്ടുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെയും പല പാർട്ട് ടൈം വർക്കുകൾക്കും ഞാൻ പോയിരുന്നു. ഏത് വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ട്രേഡിങ്ങിലൂടെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓടിയെത്തും കേട്ടോ.
പക്ഷേ അതിൽ ലോസ് ഉണ്ടാക്കിയത് നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴാണ് അയ്യോ ഇനി ട്രേഡിങ് വേണ്ട, ആ ബാക്കിയുള്ള എമൗണ്ട് അവിടെ കടന്നോട്ടെ, ഇനി ബാക്കിയുള്ള എമൗണ്ടും കൂടി കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ട് അത് കളയണ്ട എന്ന് ചിന്തിച്ചിട്ട് വീട്ടിൽ ഈ പാർട്ട് ടൈം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തപ്പലാണ് ഇനി എന്തെങ്കിലും ഓൺലൈനിൽ വേറെ വല്ല ജോബും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് OLX-ലൂടെയോ അതോ ഇനി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല, നമ്മുടെ വാട്സപ്പിലോട്ട് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മളെ മാപ്പും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പല ഹോട്ടൽസ് കാണാം, അല്ലെങ്കിൽ പാർക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണാം. അപ്പോൾ അതിനൊക്കെ കയറിയിട്ട് നിങ്ങൾ റേറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടൊരു ജോബ്. അതായത് ഒരു ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യാതെ പ്യുവറായിട്ട് അവർ പറയുന്ന ടാസ്ക്, അതായത് ഒരു ദിവസം 10 ടാസ്കൊക്കെയാണ് അവർ തരിക. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ അതിൽ 1-2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ടാസ്കിനും 60-70 രൂപയ്ക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇട്ടുതന്നിരുന്നത് ബാങ്കിലോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ, ഓരോ ദിവസം 600-700 രൂപയ്ക്ക് വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേറെ പാർട്ട് ടൈം ജോബിന് പോണ്, പിന്നെ അതല്ലെങ്കിൽ എന്തിനാ ട്രേഡിങ്ങിലോട്ട് വീണ്ടും തിരിച്ചു വരേണ്ടത്, ഇങ്ങനെ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ. അങ്ങനെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട്, പ്ലാറ്റ്ഫോം എന്നൊന്നും പറയല്ല, നമ്മൾ മൊബൈലിൽ അവർ പറയുന്ന ടാസ്കുകൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 1.5 ആഴ്ചയോളം ഞാൻ അവർ പറഞ്ഞ പോലെ ചെയ്തു പോയി. എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടും എൻ്റെ ബാങ്കിലോട്ട് അവരിങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ടാസ്കിൻ്റെ രൂപം മാറാൻ തുടങ്ങി. അവർ 5 ടാസ്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ട്രേഡിംഗ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാസ്ക് കൊണ്ടുവന്ന് തരും. ആ ടാസ്കിൽ നമ്മൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ചുരുങ്ങിയതൊരു 6000-7000 രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറയുക. അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് ആദ്യ ദിവസം അവർ ഓരോ ട്രേഡിങ്ങിലും നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ പറയുക 3 ട്രേഡ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ദിവസം എന്നോട് പറഞ്ഞത് ഇവിടെ ഇന്ന് 2 ട്രേഡിങ്ങിന് ചാൻസേ വന്നിട്ടുള്ളൂ, അപ്പോൾ 2 ട്രേഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2 ട്രേഡിങ്ങിലും ആ ട്രേഡിങ്ങൊക്കെ നമുക്ക് ലൈവായിട്ട് ഗ്രാഫൊക്കെ വെച്ച് കാണിച്ചു തരും കേട്ടോ. അതായത് അവർ പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ടാവും, ആ വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ട്രേഡ് എടുക്കുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. ട്രേഡിങ്ങിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് അവർ മനസ്സിലാക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് പുറമെ നമ്മളെ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിലോ അതോ ടെലഗ്രാം ഗ്രൂപ്പിലോ അങ്ങനെ എന്തൊക്കെ ഓർമ്മയില്ല, നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ചേർക്കും. അതിൽ നമ്മളെ പോലെ ട്രേഡ് എടുക്കാൻ വന്നിട്ടുള്ള ഒരുപാട് പേരെ കാണാനും പറ്റും. ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് സംസാരിക്കാൻ പറ്റും അതിലോട്ട് ചാറ്റ് രൂപത്തിൽ കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ അവർ പറയുന്ന ആ ടാസ്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ആ ട്രേഡിങ്ങിൽ 2 ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു എമൗണ്ട്, അതായത് 7000 രൂപയോളം ഇട്ടിട്ട് അന്നത്തെ 2 ട്രേഡിങ്ങിലൂടെ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ പുറമെ ഒരു 18,000 രൂപയുടെ അടുത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നല്ലൊരു പ്രോഫിറ്റ് അല്ലേ. അങ്ങനെ ആ എമൗണ്ട് മുഴുവനായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അവർ ഇട്ട് തരും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസത്തിലോട്ട് കടന്നു, നമ്മളെ കൊണ്ട് ടാസ്കുകൾ ചെയ്യിച്ചു. 5-ാമത്തെയോ 6-ാമത്തെയോ ടാസ്ക് എത്തിയപ്പോഴേക്കും അവരുടെ ട്രേഡിംഗ് ടാസ്ക് എത്തി. ആ ട്രേഡിംഗ് ടാസ്ക് എത്തുന്ന വരെയുള്ള എമൗണ്ട്, അതായത് ഓരോ ടാസ്കിനും 60-70 രൂപയ്ക്ക് വെച്ചിട്ട് അവർ നമ്മളെ അക്കൗണ്ട് കിട്ടി തന്നുകൊണ്ടേയിരുന്നു. പിന്നീടാണ് 5-ാമത്തെ ടാസ്ക് വെച്ചിട്ട് അവർ പറഞ്ഞു ഇപ്രാവശ്യം എമൗണ്ട് ട്രേഡിങ്ങിലോട്ട് ഇടേണ്ടത് 7000 രൂപയല്ല, നിങ്ങൾ ഏകദേശം ഒരു 14-15 രൂപയോളം ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഓക്കെ, നമുക്ക് കഴിഞ്ഞ ട്രേഡിങ്ങിലൊക്കെ അവർ ഒരുപാട് പ്രോഫിറ്റ് തന്നു, ഇനിയിപ്പോൾ ഈ ടാസ്ക് നമ്മൾ വിശ്വസിക്കാതെ എടുക്കാതിരിക്കണോ, അവർ പറ്റിക്കില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ ആ 15,000 രൂപയോളം നമ്മൾ ഇട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് ട്രേഡിങ്ങിലോട്ട് കടന്ന് സെക്കൻഡ് ട്രേഡിങ്ങിലോട്ട് എത്തിയ സമയത്ത് അവർ പറഞ്ഞു നിങ്ങളെ എമൗണ്ട് എന്നുള്ളത് ഒരു 20-22 രൂപയോളമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെക്കൻഡ് ട്രേഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഫണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ട്രേഡിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എമൗണ്ട് ഇടാതെ നമുക്ക് സെക്കൻഡ് ട്രേഡിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, നിങ്ങളെ ഫണ്ട് അവിടെ ലോക്കായി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ചിന്തിച്ചില്ല. അവർ പറയുന്ന എമൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയോളമായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാതെ ഒരു ഓപ്ഷനും ഇല്ല, കാരണം ഇട്ട് കൊടുത്ത 15,000 രൂപ വിത്ത് പ്രോഫിറ്റും ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 25,000 രൂപ ഇട്ടേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ സെക്കൻഡ് ട്രേഡും അന്ന് കഴിഞ്ഞു. സെക്കൻഡ് ട്രേഡും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഏകദേശം അതിലൊരു 50,000 രൂപയുടെ അടുത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിത്ത് പ്രോഫിറ്റ്. മനസ്സിലുണ്ടായിരുന്ന സമാധാനം, 2 ട്രേഡ് കഴിഞ്ഞല്ലോ, നമ്മുടെ എമൗണ്ട് ഇനി വിഡ്രോവൽ എടുക്കാമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്താണ് അവർ പറയുന്നത് സോറി, ഇന്ന് സെക്കൻഡ് ട്രേഡ് കഴിഞ്ഞിട്ട് തേർഡ് ട്രേഡിങ്ങിനുള്ളൊരു ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഭാഗ്യം വേണ്ട, ഞാൻ ഇതുവരെ ഇട്ട എമൗണ്ട് എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു സോറി, ഇന്ന് തേർഡ് ട്രേഡ് ചെയ്താൽ മാത്രം തന്നെ ഉള്ളൂ നിങ്ങളെ എമൗണ്ട് വിഡ്രോവൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മളെ കൊണ്ട് അതിലോട്ട് എമൗണ്ട് ഇടിച്ചു. അത് ഏകദേശം 40,000 രൂപയുടെ അടുത്താണ് നമ്മളെ കൊണ്ട് ഇടിച്ചത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവനെന്താ വട്ടാണോ ഇങ്ങനെ ഇത്രയും എമൗണ്ടൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കാനെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ലത്,
ഒരു 2-3 ആഴ്ചയോളം നമ്മളെ കൊണ്ട് ട്രസ്റ്റ് എടുത്ത് മനസ്സിലാക്കി ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ എൻ്റെ അക്കൗണ്ടിലുള്ള ഏകദേശം 90,000 രൂപയുടെ അടുത്ത് അവരുടെ അടുത്ത് പോയി. പിന്നെയും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി നിങ്ങൾക്കിന്ന് വിത്ഡ്രോവൽ കിട്ടില്ല, ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1,00,000 രൂപയുടെ മുകളിലൊക്കെ കാണുന്നുണ്ട്, ബട്ട് നിങ്ങൾ ആ പ്രോഫിറ്റ് വിത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെയും ഒരു 10,000, 40,000, 50,000 രൂപയോളം നമ്മളോട് ഇടാൻ പറയും. അത്രയും എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഇതൊരു സ്കാം ആണെന്നുള്ളത്. ചില ആൾക്കാർക്ക് ഇത് ഇത്രയും പോകേണ്ട ആവശ്യം വരില്ല, അതിൻ്റെയൊക്കെ മുന്നേ തന്നെ ചിലപ്പോൾ സ്കാമാണെന്നുള്ളത് മനസ്സിലായിട്ട് രക്ഷപ്പെട്ടവരുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും എമൗണ്ട് പോയിട്ടാണ് എനിക്കിതൊരു സ്കാമാണ് എന്നുള്ളത് ഓടിയത്. ഈ സമയത്ത് ഞാൻ ചിന്തിച്ചു പോയത്, ഞാൻ ഇത്രയും വലിയ മരമണ്ടനാണോ, പോയി തൂങ്ങിച്ചത്തൂടെ, ഇത്രയും അറിവുള്ള നമ്മളും സ്കാമിൽ പെട്ടുപോകുമോ എന്നുള്ള പല ചിന്താഗതികളായിരുന്നു. ഇതിൽ എത്ര അറിവുണ്ടായിട്ടും കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫണ്ട് പോകുന്ന വഴികൾ കാണൂല. സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലല്ല കേട്ടോ, പല തരത്തിലാണ് സ്കാം. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഫണ്ട് പോകും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ആകെ ഇങ്ങനെ മനസ്സ് മുട്ടി നിൽക്കുന്ന സമയത്താണ് ഫോൺ എടുത്ത് വിളിച്ച സമയത്ത് സൈബർ സെല്ലിൻ്റെ ആ ഒരു നമ്പറിലോട്ട് വിളിക്കേണ്ട ആ ഒരു വോയിസ് ഉണ്ടല്ലോ അത് വരുന്നത്. വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് സൈബർ സെല്ലിൻ്റെ ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സൈബർ സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വായിച്ചു നോക്കിയ സമയത്താണ് കണ്ടത് സ്കാമേഴ്സിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയോ ഒരു ഹോൾഡ് എമൗണ്ട് വന്നിട്ടുണ്ട് നമ്മുടേത്, അതായത് 22,620 രൂപയോളം ഹോൾഡിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. വേഗം സൈബർ സെല്ലിലോട്ട് വിളിച്ച സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ സൈബർ സെക്ഷനിലോട്ട് ചെന്നിട്ട് അവിടുത്തെ സാറോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. എന്തായാലും അത് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അവിടുത്തെ സാറോട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു അവരുടെ ഭാഗത്ത് നിന്ന് അവർ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാണ്ട് ആ എമൗണ്ട് സെറ്റിൽമെൻ്റ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 1 വർഷം കഴിയാറായിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക് മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ എമൗണ്ടിൻ്റെ ബാക്കി എമൗണ്ടോ എന്നുള്ളത്. ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇവന്മാർക്കൊക്കെ ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് കിട്ടിയ ഉടനെ തന്നെ അവർ ആ മൊത്തം എമൗണ്ട് വേറെ ബാങ്കിലോട്ട് മാറ്റുന്നുണ്ട്. ശേഷിച്ച ബാക്കിയുള്ള എന്തെങ്കിലും മിനിമം ബാലൻസ് ആയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ഫ്രീസായി കിട്ടുന്ന എമൗണ്ട്. ബാക്കിയുള്ള എമൗണ്ടൊക്കെ അവർ മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് പോയി. അതൊന്നും ഒരിക്കലും നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിലുള്ളൊരു വക്കീലിനെ കണ്ട് വെറുതെ സംസാരിച്ച് നോക്കി. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഈ പോലീസിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട, അത് ഞാൻ വേണമെങ്കിൽ ശരിയാക്കി തരാം. നമ്മൾ ശരിയാക്കി തരുന്ന സമയത്ത് പെട്ടെന്ന് അത് മിക്കവാറും സെറ്റിൽമെൻ്റ് ആവും. പക്ഷേ ഞങ്ങളുടെ ഒരു കമ്മീഷൻ ഉണ്ട്, ആ കമ്മീഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്രയും എമൗണ്ട് നിങ്ങൾ കമ്മീഷൻ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 8,000-9,000 രൂപയോളം വക്കീലിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വക്കീലിന് ആ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് മിക്കവാറും നമുക്ക് സെറ്റിൽമെൻറ്റ് ആവും. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ട്, ആ ഫണ്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കാനൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിലൊക്കെ അറിയിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ സമയം ശരിയല്ലാത്തൊരു ദിവസങ്ങളായിരുന്നു അതൊക്കെ. ഫണ്ട് ഒരുപാട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ സമയത്ത് തന്നെയാണ് ഇടി വെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, ശരിക്കും സംഭവിച്ചു. ആ സമയത്താണ് വാസറക്സ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് പൂട്ടിപ്പോകുന്നത്. ഒരു 10,000-20,000 രൂപയുടെ ഒക്കെ അടുത്തുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്നു. ആ എമൗണ്ടും നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞ ഇനി ഒരു പാതി സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ എമൗണ്ട് ലോസിലാണെങ്കിലും ശരി, കൂടുതൽ സ്റ്റേക്കിംഗ് എമൗണ്ടിൻ്റെ വളർച്ചയൊന്നും കിട്ടിയില്ല. ഞാനത് ബ്രേക്ക് ചെയ്തിട്ട് ആ എമൗണ്ട് ഫുള്ളായിട്ട് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് ആ നഷ്ടപ്പെട്ട 90,000 രൂപയോളം ഉണ്ടായിരുന്നല്ലോ, അത് പല ഭാഗത്തുനിന്നും തിരിച്ച എമൗണ്ട് ആയിരുന്നു. ആ കടങ്ങളൊക്കെ വീട്ടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വാസറക്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ എയർ ഡ്രോപ്പ് എമൗണ്ടുകളിൽ കുറച്ച് എമൗണ്ടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ബാങ്കിലോട്ട് മാറ്റാൻ സാധിച്ചതുള്ളൂ. ബാക്കിയുള്ള എമൗണ്ടൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും കളികൾ കൊണ്ടുമൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും വാസറക്സ് ഇന്നേക്ക് പൂട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഇത്രയും ഫണ്ട് നഷ്ടപ്പെട്ടപ്പോൾ അതിലോട്ട് നീ കുറച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ വാലറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം $2,000 അടുത്ത് നമുക്ക് വിഡ്രോവൽ എടുക്കാൻ പറ്റുന്നുണ്ട്. എവിടുന്ന് ഈ എമൗണ്ട് വന്നു എന്നുള്ളതിന് എൻ്റെ കയ്യിൽ 2 കാരണങ്ങളുള്ളൂ. ഒന്ന്, ഞാനതിൽ ഇട്ടിരുന്ന ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്തുണ്ടായിരുന്ന എമൗണ്ട് ചിലപ്പോൾ വളർന്ന് വലുതായതായിരിക്കാം. അതല്ലെങ്കിൽ ഇതിൽ വാസറക്സിൻ്റെ തന്നെ എയർ ഡ്രോപ്പ് നമുക്ക് എടുക്കാൻ പറ്റാതെ കടന്നിരുന്നു. ആ എമൗണ്ട് ഇനി USDTയിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരുന്നതാണോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പോലെ ആരെങ്കിലും ദേഷ്യം വന്നിട്ട് ട്രേഡിങ് നിർത്തിയിട്ട് ഈ വാസറക്സിൻ്റെ എക്സ്ചേഞ്ചൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിലോട്ടൊന്ന് റീഓപ്പൺ ചെയ്ത് നോക്കുക.
ചിലപ്പോൾ നിങ്ങളതിലും ഇതുപോലെ വല്ല എമൗണ്ടും വന്ന് കിടക്കുന്നുണ്ടാവാം. ഇതൊന്നുമല്ല, പുതിയതായിട്ട് വാസറക്സിൽ എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാം, അതിലെങ്ങനെ ട്രേഡിംഗ് തുടങ്ങി വെക്കാം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ നൽകാം. അത് കണ്ടിട്ട് നിങ്ങൾ ആ റെഫറൽ കോഡൊക്കെ വെച്ചിട്ട് സൈനപ്പ് ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാലറ്റിലുള്ള എമൗണ്ട് എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഡൗട്ടുകളാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.